എല്ലാവർക്കും ഇക്കണോം ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. 27,000 രൂപയുടെ ആ വലിയ വീഴ്ചയ്ക്ക് ശേഷം സ്വർണം പതുക്കെ ശ്വാസം വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോ, വില ഇപ്പോൾ തിരിച്ചു കയറുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ പഴയ പടിയിലെത്താൻ ഇനിയും സമയമെടുക്കും. ഇതിനെയാണ് നമ്മളൊരു ബൗൺസ് ബാക്ക് എന്ന് വിളിക്കുന്നത്. വീണെടുത്ത് നിന്ന് പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ. പക്ഷേ ഈ എഴുന്നേൽപ്പ് ഒരു കുതിച്ചുചാട്ടമാകുമോ അതോ വെറുമൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണോ? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ചയിലെ കണക്കുകൾ നമുക്കൊന്ന് നോക്കാം. മാർച്ച് 23 വില 99,480 രൂപയിലേക്ക് വരെ താഴ്ന്നു. അതായത് 1 ലക്ഷത്തിന് താഴെ. ആ സമയത്ത് പലരും കരുതി സ്വർണം ഇനിയും താഴോട്ട് പോയി 90,000-ലെത്തുമെന്ന്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. അവിടെ നിന്ന് മാർക്കറ്റ് പതുക്കെ തിരിച്ചു കയറി. ഇപ്പോൾ 1,06,000 മുതൽ 1,09,000 എന്ന റേഞ്ചിൽ വില സ്റ്റേബിളായി നിൽക്കുകയാണ്. 10% ഒറ്റ മാസം കൊണ്ട്. ഡോളർ സ്ട്രോങ് ആകുമ്പോൾ സ്വർണത്തിന് എന്ത് സംഭവിക്കും എന്നതിന്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ വട്ടം കറങ്ങുന്നത്? ആഗോള വിപണിയിൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് എടുക്കുന്ന തീരുമാനങ്ങളാണ് പ്രധാന വില്ലൻ. അവർ പലിശ നിരക്ക് കുറയ്ക്കാൻ മടിക്കുന്നത് ഡോളറിനെ ശക്തിപ്പെടുത്തുന്നു. ഡോളർ സ്ട്രോങ് ആകുമ്പോൾ സ്വാഭാവികമായി ഗോൾഡ് പ്രൈസ് താഴോട്ട് വരും. ഇതൊരു സീസോ പോലെയാണ്, ഒന്ന് പൊങ്ങുമ്പോൾ മറ്റൊന്ന് താഴേക്ക്. പക്ഷെ നമ്മൾ മിസ് ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ്. ലോകത്തെ വമ്പൻ സെൻട്രൽ ബാങ്കുകൾ ഇപ്പോഴും രഹസ്യമായും പരസ്യമായും സ്വർണം വാങ്ങിക്കൂട്ടുകയാണ്. അതുകൊണ്ട് തന്നെ വില ഇനിയും പാതാളത്തിലേക്ക് പോകുമെന്ന് ആരും കരുതേണ്ടതില്ല. ഇനി വെള്ളിയുടെ കാര്യം പറയാം. സ്വർണത്തേക്കാൾ വലിയ ഷോക്ക് തന്നത് വെള്ളിയാണ്. മാർച്ചിൽ മാത്രം ഏകദേശം 15% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസമായി വെള്ളിയിൽ ഒരു ഉണർവ് കാണുന്നുണ്ട്. MCX-ൽ കിലോയ്ക്ക് 10,000 രൂപയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കുറയുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ശ്രദ്ധിച്ചോ, വെള്ളി വെറും ഒരു ആഭരണമല്ല, അതൊരു ഇൻഡസ്ട്രിയൽ മെറ്റൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കോണമിയിൽ ചെറിയൊരു അനക്കമുണ്ടായാൽ പോലും വെള്ളിയിൽ അതിന്റെ ഇരട്ടി റിഫ്ലക്ഷൻ ഉണ്ടാകും. ഇതൊന്ന് ആലോചിച്ച് നോക്കണം. സ്വർണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെള്ളി ഇപ്പോൾ കുറച്ചുകൂടി ആകർഷകമായ വിലയിൽ നിൽക്കുകയാണോ എന്ന് തോന്നിപ്പോകും. നമ്മൾ സാധാരണക്കാർക്ക് ഇത് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്? കല്യാണ ആവശ്യങ്ങൾക്കോ മറ്റോ സ്വർണം വാങ്ങാൻ നിൽക്കുന്നവർക്ക് ഈ സമയം വലിയൊരു ഭാഗ്യമാണ്. ഒരു പവന് 27,000 രൂപയോളമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് ചെറിയ തുകയല്ല. പക്ഷേ ഒരു കാര്യം ഓർക്കണം, മാർക്കറ്റ് ഇപ്പോൾ വളരെ വൊളാറ്റൈലാണ്. ഇന്ന് കുറഞ്ഞത് നാളെ കൂടാം. അതുകൊണ്ട് തന്നെ മൊത്തം തുകയ്ക്ക് ഒന്നിച്ചു വാങ്ങുന്നതിനേക്കാൾ നല്ലത് പടിപടിയായി വാങ്ങുന്നതാണ്. പണം എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വില കുറയുന്ന ഘട്ടങ്ങളിൽ മാത്രം കുറേശ്ശെയായി സ്വർണത്തിലേക്ക് മാറ്റാം. വരുന്ന ഒരാഴ്ച നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? നിലവിലെ സാഹചര്യം വെച്ച് സ്വർണം 1,05,000-നും 1,12,000-നും ഇടയിലുള്ള ഒരു ബോക്സിനുള്ളിൽ കളിക്കാനാണ് സാധ്യത. വലിയൊരു കുതിച്ചുചാട്ടത്തിനോ അല്ലെങ്കിൽ വലിയൊരു തകർച്ചയ്ക്കോ ഉള്ള കാരണങ്ങൾ നിലവിൽ ഗ്ലോബൽ മാർക്കറ്റിൽ കാണുന്നില്ല. വെള്ളിയാണെങ്കിൽ 2,20,000 മുതൽ 2,40,000 എന്ന റേഞ്ചിൽ നിൽക്കാനാണ് സാധ്യത. ഇതൊരു വെയിറ്റ് ആൻഡ് വാച്ച് പീരീഡ് ആണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല എൻട്രി പോയിന്റ് ആയേക്കാം. പക്ഷെ മാർക്കറ്റ് എപ്പോഴും സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും എന്ന് മറക്കരുത്. സംഗതി നിസ്സാരമല്ല. ഈ നമ്പറുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സ്വർണത്തിന്റെ കാര്യത്തിൽ അമിതമായി ആവേശം കാണിക്കാതെ കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയാൽ ഈ വൊളാറ്റിലിറ്റി നമുക്ക് അനുകൂലമാക്കാം. വിദഗ്ധരോട് ചോദിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതാകും എപ്പോഴും നല്ലത്. ഒരു കാര്യം കൂടി, ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറുമായി സംസാരിക്കുക. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് ഏകദേശം പിടികിട്ടി. അടുത്ത അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.